നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് റെസിഡ്യൂ തിയറം. റെസിഡ്യൂ തിയറം നിങ്ങൾക്ക് അറിയായിരിക്കും. റെസിഡ്യൂ തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് ചില ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് റെസിഡ്യൂ തിയറം എന്ന് പറയാം, എന്നിട്ട് ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ നമുക്ക് റെസിഡ്യൂ തിയറം ഉപയോഗിച്ചിട്ട് കണ്ടെത്താം. ഓക്കെ, സോ റെസിഡ്യൂ തിയറം, ലെറ്റ് F be analytic in a region G except for the isolated singularities A1, A2, etc. AM if gamma is a closed rectifiable curve in G which does not pass through any of these AK and gamma is homologous to 0 in G, then integral 1 by 2 pi I integral over gamma F is equal to summation k runs from 1 to m find the number of gamma with respect to AK into residue of F at AK. ഇതാണ് റെസിഡ്യൂ തിയറം. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. ഈ ഒരു റെസിഡ്യൂ തിയറം ഉപയോഗിച്ചിട്ട്, അതായത് ഈ ഒരു ഇൻ്റഗ്രൽ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ചില ടൈപ്പ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. Okay, so first problem, show that integral from minus infinity to infinity x square by 1 plus x raised to 4 dx is equal to pi by square root of 2. ഇതൊരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആണ്. ആ ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ പൈ ബൈ റൂട്ട് 2 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് റെസിഡ്യൂ തിയറം ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഫ് ആയിട്ട് എന്തിനെ ചൂസ് ചെയ്യാം? കോംപ്ലക്സ് വാല്യൂഡ് ആയിട്ട് ഈ ഒരു ഫംഗ്ഷന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് സെഡ് റൈസ് ടു 4. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കും എക്സെപ്റ്റ് ദി പോയിൻറ്റ്സ് 1 പ്ലസ് സെഡ് റൈസ് ടു 4 ഈസ് ഈക്വൽ ടു 0. 1 പ്ലസ് സെഡ് റൈസ് ടു 4 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ആ ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ സെഡ് റൈസ് ടു 4 പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിന് 4 റൂട്ട്സ് ഉണ്ടാകും. 4 റൂട്ട്സും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ്സ് സെഡ് റൈസ് ടു 4 പ്ലസ് 1 ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ 4 പോയിൻറ്റ്സ് ഈ ഒരു ഫംഗ്ഷൻ്റെ ഐസൊലേറ്റഡ് സിംഗുലർ പോയിൻറ്റ്സ് ആയിരിക്കും. മോറോവർ അവരുടെ സിംഗുലർ പോയിൻറ്റ്സ് പോൾസ് ആയിരിക്കും. സിംഗുലർ ഐസൊലേറ്റഡ് സിംഗുലർ പോയിൻറ്റ്സ് പോളായിരിക്കും ഓർഡർ 1, അതായത് സിമ്പിൾ പോളുകളായിരിക്കും. ഓക്കെ, സോ ഹെൻസ് എഫ് ആസ് ഇറ്റ്സ് പോൾസ് ആർ ദി ഫോർത്ത് റൂട്ട്സ് ഓഫ് -1. ഓക്കെ, ദാറ്റ് ഈസ് സെഡ് റൈസ് ടു 4 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ്റെ റൂട്ട്സ്. സോ ദീസ് നമുക്ക് അതിനെ സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് റൂട്ട്സ് ആയിട്ട് ഇ റേസ് ടു ഐ തീറ്റ എന്നുള്ള ഫോമിലായിരിക്കും. തീറ്റൻ്റെ വാല്യൂസ് ഏതൊക്കെ ആയിട്ട് വരും? പൈ ബൈ 4, 3 പൈ ബൈ 4, 5 പൈ ബൈ 4, 7 പൈ ബൈ 4. ഈ വാല്യൂസ് വരുമ്പോൾ ഈ പോയിൻറ്റ്സിലായിരിക്കും നമുക്ക് ഈ സെഡ് റേസ് ടു 4 പ്ലസ് 1 എന്നുള്ള ഇക്വേഷൻ്റെ പോളിനോമിയലിൻ്റെ റൂട്ട്സ് ആയിട്ട് വരും. പോളിനോമിയലിൻ്റെ റൂട്ട്, അതായത് സെഡ് റേസ് ടു 4 പ്ലസ് 1 ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ്റെ റൂട്ട്സ് ആയിട്ട് വരും. ഓക്കെ, അതായത് ഇ റേസ് ടു ഐ പൈ ബൈ 4, ഇ റേസ് ടു 3 പൈ ബൈ 4, ഇ റേസ് ടു 5 പൈ ബൈ 4 ആൻഡ് ഇ റേസ് ടു 7 പൈ ബൈ 4. അതായത് നമുക്കതിനെ എങ്ങനെ കൊടുക്കാം? ഈ ഒരു കുറച്ചുകൂടി ജനറലൈസ് ചെയ്ത് കൊടുക്കാം. എ എൻ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു അല്ലെങ്കിൽ എക്സ്പെൻഷ്യൽ ഓഫ് ഐ ഇൻറ്റു പൈ ബൈ 4 പ്ലസ് n മൈനസ് 1 ഇൻറ്റു പൈ ബൈ 2 എന്ന് കൊടുക്കാം. n runs from 1, 2, 3 etc. 4, 1, 2, 3 and 4. ഓക്കെ, അപ്പോൾ എന്നിന് വാല്യൂസ് കൊടുക്കും 1, 2, 3 എന്നുള്ള 3, 4 എന്നുള്ള വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ പോൾസ് കിട്ടും. എഫിൻ്റെ ഓരോ പോൾസ് കിട്ടും. സിമ്പിൾ പോളുകളായിരിക്കും. ഓക്കെ, സിമ്പിൾ പോളാണ്. അപ്പോൾ റെസിഡ്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മളെ കയ്യിൽ ഫോർമുല ഉണ്ട്. അതായത് ഐസൊലേറ്റഡ് സിംഗുലർ പോയിൻറ്റ്സ് ആണ്. സിംഗുലർ പോയിൻറ്റ്സ് പോളാണ്. പോൾസിൻ്റെ ഓർഡർ 1 ആണ്. സോ റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് സെഡ് ഈക്വൽ ടു A1 ഫസ്റ്റ് റൂട്ടിൻ്റെ
residue, first polar residue will be equal to limit z tends to a1 z minus a1 into f of z എന്നുള്ള രൂപത്തിലായിരിക്കും. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു a1 സ്ക്വയർ ഇൻറ്റു a1 മൈനസ് a2 to the power minus 1, a1 minus a3 to the power minus 1, a1 minus a4 raised to minus 4. അതായത് നമുക്ക് ഈ റൂട്ട്സ് കിട്ടിയാൽ z raised to 4 plus 1 നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. ഓക്കെ, ഫാക്ടറൈസ് ചെയ്താൽ എന്ത് വരും? z മൈനസ് a1 ഇൻറ്റു z മൈനസ് a2 ഇൻറ്റു z മൈനസ് a3 ഇൻറ്റു z മൈനസ് a4. ഇതൊക്കെ ഡിനോമിനേറ്ററിലായിരിക്കും വരാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ z മൈനസ് a1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് എഫ് ഓഫ് സെഡിന്. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള ഈ ഫാക്ടർ ക്യാൻസൽ ചെയ്യും. പിന്നെ ലിമിറ്റ് കാണാനുമാണ് വേണ്ടത് z ആസ് z ടെൻസ് ടു a1. സോ a1 സ്ക്വയർ, അതായത് z നമ്മളുടെ ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ z സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഡിവൈഡ് ബൈ ദിസ് ടൈം ആണ്. അപ്പോൾ ഇവിടെ z മൈനസ് a1 ഉണ്ടാകും. ആ z മൈനസ് a1 ഡിനോമിനേറ്ററിലുള്ള ഈ ഒരു ടേമും ക്യാൻസൽ ആകും. പിന്നെ ലിമിറ്റ് ഡയറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വന്നാൽ നമുക്ക് അവസാനം 1/4 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് പൈ ഐ ഡിവൈഡ് ബൈ 4 എന്നുള്ള രൂപത്തിൽ വരും. സിമിലർലി നമുക്ക് a2ലെ റെസിഡ്യൂ കാണാം, എഫിൻ്റെ റെസിഡ്യൂ കാണാം, a3ലെ റെസിഡ്യൂ കാണാം. ഓക്കെ, നമുക്ക് a1ലെ a2ലെയും റെസിഡ്യൂ മതി. ഓക്കെ, നമുക്ക് ഇവാലുവേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് പറയാം. സോ നമ്മൾ അങ്ങനെയാണ് a1നെയും a2നെയും കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് നമ്മളുടെ റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യാനുള്ള കേർവ് കൺസ്ട്രക്ട് ചെയ്തെടുക്കണം. സോ നമ്മൾ a1ലെ റെസിഡ്യൂ കണ്ടെത്തി. സിമിലർലി നമുക്ക് a2ലെ റെസിഡ്യൂവും കണ്ടെത്താം. a2ലെ റെസിഡ്യൂ 1/4 ഇൻറ്റു ഇ റൈസ് ടു i 3π/4 ആയിരിക്കും. നൗ ഫിക്സ് an r greater than 1, a positive number greater than 1, and gamma be the closed path which is the boundary of the upper half of the disk of the radius r with the center 0 traversed in the counter clockwise direction. So നമ്മൾ ആറിന് ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് എടുക്കുക. ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള സർക്കിൾ വരക്കുക. ആർ റേഡിയസും സെൻറ്റർ ഒറിജിനുമായിട്ടുള്ള സർക്കിൾ വരക്കുക. അതിൻ്റെ അപ്പർ സർക്കിൾ, മുകളിലുള്ള അപ്പർ ഹെമിസ്ഫിയറിലുള്ള സർക്കിൾ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഗാമ എന്നുള്ള കർവിൻ്റെ ഒരു ഭാഗം. പിന്നെയുള്ള ഭാഗം അത് കൗണ്ടർ ക്ലോക്ക് വൈസിൽ ഈ ഒരു ഡയറക്ഷൻ. പിന്നെയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ -r1 ഈ ഒരു റിയൽ ആക്സിൽ മീറ്റ് ചെയ്യുന്നുണ്ടാകും. അവിടുന്ന് പിന്നെ ആറിലേക്ക് ഈ ഒരു ലൈൻ സെഗ്മെൻറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ കർവ്. ഓക്കെ, ഈ ഒരു കർവിൽ നമുക്ക് റെസിഡ്യൂ തിയറം ഉപയോഗിച്ചിട്ട് ആ ഫംഗ്ഷനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് കണ്ടെത്താനുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തെടുക്കാൻ. ഓക്കെ, സോ ഈ രണ്ട് റൂട്ടുകൾ a1ഉം a2ഉം മാത്രമായിരിക്കും. അപ്പോൾ ഈ ഒരു കർവ് ബൗണ്ട് ചെയ്യുന്ന റീജിയണിൽ വന്നിട്ടുണ്ടാകും. ഓക്കെ, സോ ബൈ റെസിഡ്യൂ തിയറം ദിസ് ഇൻ്റഗ്രൽ 1/2πi ഇൻ്റഗ്രൽ ഓർ ഗാമ ഞാൻ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. എഫ് ഇസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും? ഒറ്റ പ്രാവശ്യം വൈൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വൈൻഡിങ് നമ്പേഴ്സൊക്കെ 1 ആയിരിക്കും. സോ റെസിഡ്യൂസിനെ a1ലും a2ലുള്ള എഫിൻ്റെ റെസിഡ്യൂസിനെ ആഡ് ചെയ്താൽ മതി. റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് a1 പ്ലസ് റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് a2. ഓക്കെ, റെസിഡ്യൂ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. a1ലുള്ള എഫിൻ്റെ റെസിഡ്യൂ കണ്ടുവച്ചിട്ടുണ്ട്. a2ലുള്ള റെസിഡ്യൂ കണ്ടുവച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഫോമുല നമുക്ക് അറിയാം. ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. ഈ രണ്ട് നമ്പറും ആഡ് ചെയ്താൽ എന്ത് വരും? അപ്പോൾ -i ഡിവൈഡ് ബൈ 2 ഇൻറ്റു √2 വരും. സോ നമുക്ക് റെസിഡ്യൂ തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇനി ആക്ച്വലി എന്ത് ചെയ്താൽ മതി? നമുക്ക് ആദ്യം ഈ ഒരു സർക്കിളിൻ്റെ സെമി സർക്കിളിൽ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. പിന്നെ -r ആറിലേക്കുള്ള ഈ ലൈനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അവർ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് ആക്ച്വലി ഈ ഒരു ഇൻ്റഗ്രൽ കിട്ടണം. ഓക്കെ, സോ നമുക്ക് ആ ഇൻ്റഗ്രൽ എന്തിന് ഈക്വലാണെന്ന് പറയാം? ഇതിന് ഈക്വലാണെന്ന് പറയാം. ഓക്കെ, സോ 1/2πi ഇൻ്റഗ്രൽ ഓവർ ഗാമ ഇൻറ്റു എഫ് വിൽ ബി ഈക്വൽ ടു 1/2πi. ഞാൻ
രണ്ട് ഇൻ്റഗ്രലിന് കൊടുത്തു. നമ്മൾ ഈ ഇൻ്റഗ്രലിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ്റഗ്രൽ ഫ്രം -r to r f പ്ലസ് integral over the semicircle with radius r centered at 0. So this integral will be 1/2 pi I integral over gamma f. Come 1/2 pi I integral over gamma f is equal to 1/2 pi I integral from -r to r x square by 1 plus x raised to 4 dx plus 1/2 pi I. അതായത് ഞാൻ ഈ ഇൻ്റഗ്രലിനെ ഈ ഒരു സെമി സർക്കിളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഞാനതിന് ഗാമ 1 എന്ന് കൊടുക്കുന്നുണ്ട്. സെമി സർക്കിളിൻ്റെ ഈ ഒരു സെമി സർക്കിളിന് മാത്രം ഞാൻ ഗാമ 1 എന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഇൻ്റഗ്രൽ -r to r ലൈൻ സെഗ്മെൻറ്റിൽ. സോ ഇൻ്റഗ്രൽ ഓവർ ഗാമ 1/2 pi I ഉണ്ടാവും, കാരണം ഇവിടെ 1/2 pi I ഉണ്ട്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഇൻ്റഗ്രലിനും കൊടുക്കേണ്ടി വരും. സോ 1/2 pi I, അവിടെ 2 pi I വരും. നോക്കാം, ചിലപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. സോ ഇൻ്റഗ്രൽ ഓവർ ഗാമ 1 z സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് z റൈസ് ടു 4 dz എന്ന് വരും. ഓക്കെ, അതിന് നമുക്ക് സാധാരണ ഈ ഒരു കേവ് റെക്ടിഫയബിൾ കേവാണ്. ഓക്കെ, ഗാമ 1 എന്നുള്ള കേവ് റെക്ടിഫയബിൾ കേവാണ്. സോ നമുക്ക് അതിൻ്റെ പാരാമട്രൈസേഷൻ അറിയാം. നമുക്ക് എങ്ങനെ പാരാമട്രൈസ് ചെയ്യാം? സീറോ സെൻറ്ററും റേഡിയസ് ആറുള്ള അപ്പർ സർക്കിളിൻ്റെ മുകളിലുള്ള സെമി സർക്കിൾ മാത്രം മതി. ഓക്കെ, അപ്പർ സ്ഫിയറിലുള്ള സെമി സർക്കിൾ മാത്രം മതി. സോ അതിനെങ്ങനെ പാരാമട്രൈസ് ചെയ്യാം? ആർ ഇ റൈസ് ടു ഐ ടി വേരീസ് ഫ്രം 0 to pi മതി, സെമി സർക്കിൾ മതി. സോ ഈ ഒരു പാരാമട്രൈസേഷൻ എന്താണ്? ഡിഫറൻഷ്യബിളാണ്, ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണ്. സോ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രലിനെ നമുക്ക് എങ്ങനെയായിട്ട് റെഡ്യൂസ് ചെയ്യാം? ഇൻ്റഗ്രൽ ഫ്രം 1/2 pi I ഓൾറെഡി ഉണ്ട്. ഇൻ്റഗ്രൽ ഫ്രം 0 to pi z ഉള്ള അവിടുത്തൊക്കെ നമ്മൾ ഗാമയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തത്. സോ z എന്തായിരിക്കും? r e റൈസ് ടു ഐ ടി. ഓക്കെ, സോ നമുക്ക് r സ്ക്വയർ e റൈസ് ടു 2it വരും ഡിവൈഡ് ബൈ 1 പ്ലസ് r റൈസ് ടു 4. ഇത് റൈസ് ടു 4 എന്ന് പറയുമ്പോൾ r റൈസ് ടു 4 e റൈസ് ടു 4it വരും. പിന്നെ ഗാമ ഡാഷ് എന്താ വരിക? r അതേപോലെ ഉണ്ടാകും, e റൈസ് ടു it ഇൻറ്റു i വരും. ഓക്കെ, അപ്പോൾ ആ ഐയും ഈ ഇൻ്റഗ്രലിൻ്റെ പുറത്തുള്ള ഈ ഐയും ക്യാൻസൽ ആകും. അപ്പോൾ നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ? 1/2 pi ഇൻ്റഗ്രൽ ഫ്രം 0 to 2 pi. ന്യൂമറേറ്ററിലുള്ള r സ്ക്വയർ e റൈസ് ടു 2it അതേപോലെ ഡെറിവേറ്റീവ് എടുത്തപ്പോഴുള്ള r e റൈസ് ടു it കമ്പൈൻ ചെയ്താൽ e റൈസ് ടു 3it. അതേപോലെ ഇവിടുത്തെ r സ്ക്വയറും ഡെറിവേറ്റീവിലുള്ള ഈ ആറും കമ്പൈൻ ചെയ്താൽ r³ ഡിവൈഡ് ബൈ 1 പ്ലസ് r റൈസ് ടു 4 e റൈസ് ടു 4it dt. സോ ഈ ഒരു ഇൻ്റഗ്രൽ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചു. ഓക്കെ, നമുക്ക് ഈ ഒരു ഇതിൽ ആറിനെ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യിപ്പിച്ചാൽ നമ്മളുടെ ഇംപ്രോപ്പർ ഇൻ്റഗ്രലായി. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂവും കൂടെ കണ്ടെത്തിയാൽ, ആസ് ആർ ടെൻസ് ടു ഇൻഫിനിറ്റി ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടെത്തിയാൽ നമുക്ക് ആസ് ആർ ടെൻസ് ടു ഇൻഫിനിറ്റി ഈ ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്താം. കാരണം അങ്ങനെ മതി, കാരണം ഈ ഒരു ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷനാണ്. എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് എക്സ് റൈസ് ടു 4 എന്നുള്ള ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ. സോ നമുക്ക് നോക്കാം. സോ ദിസ് ഗിവ്സ് integral from -r to r x square plus 1 plus x raised to 4 dx. അതായത് this integral will be equal to ഇവിടെ
നമ്മൾ ഓൾറെഡി കണ്ടുവച്ച് കഴിഞ്ഞിട്ടുള്ള 2π ഒക്കെ സിംപ്ലിഫൈ ചെയ്യുക. പിന്നെ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ, ഈ ഒരു ഇൻ്റഗ്രലിനെ ലെഫ്റ്റിലേക്ക് മാറ്റുക. ഓക്കെ, ലെഫ്റ്റിലേക്ക് മാറ്റുക, ഒരു ഐ ഉണ്ടാകും ഇവിടെ. 2π സിംപ്ലിഫൈ ചെയ്യുക. സോ നമ്മൾ ഈ ഒരു ഇൻ്റഗ്രലിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ ടേംസിനെയും ലെഫ്റ്റിലേക്ക് മാറ്റിയാൽ നമ്മൾ ഇവിടെ എത്തും. π/√2 മൈനസ് I into r3 integral from 0 to pi e raised to I 3it divided by 1 plus r raised to 4 e raised to I 4t dt എന്നുള്ള രൂപത്തിലെത്തും. ഓക്കെ, സോ നമുക്കറിയാം ഇവിടെ ടി വേരി ചെയ്യുന്നത് 0 to പൈയിലാണ്. സോ 1 plus r raised to 4 e raised to I 4t എന്ന് പറഞ്ഞാൽ ഏത് സർക്കിളിലായിരിക്കും വരിക? 1 സെൻറ്ററും റേഡിയസ് r raised to 4 ആയിട്ടുള്ള സർക്കിളായിരിക്കും വരും. ഓക്കെ, ലൈസ് ഓൺ ദി സർക്കിൾ സെൻറ്റർഡ് അറ്റ് 1 വിത്ത് റേഡിയസ് r raised to 4. ആ ഒരു സർക്കിളിൻ്റെ പാരാമീറ്ററൈസേഷനാണ്. ഇവിടെ 4 ഉണ്ടായതുകൊണ്ട് 0 to പൈയിൽ വേരി ചെയ്യുമ്പോൾ തന്നെ ഫുൾ സർക്കിൾ 2 പ്രാവശ്യം കവർ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, എനിവേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. സ്റ്റിൽ നോക്കുക, നമ്മളുടെ ഡിനോമിനേറ്റർ നോക്കുക. 1 plus r e raised to I 4t എന്നുള്ള ഈ ഡിനോമിനേറ്റർ. ആക്ച്വലി ഈ ഒരു നമ്പർ അല്ലെങ്കിൽ ഈ പോയിൻറ്റ്സ് എവിടെ വരിക? ഓൾറെഡി 1 സെൻറ്ററും r raised to 4 റേഡിയസും ഉള്ള സർക്കിളിൻ്റെ മുകളിലായിരിക്കും ഉണ്ടാക്കുക. സോ modulus of 1 plus r raised to 4 e raised to I 4t will be greater than or equal to r raised to 4 മൈനസ് 1-നേക്കാളും വലുതായിരിക്കും മോഡുലസ്, അതിൻ്റെ മോഡുലസ്. സോ ഈ ഒരു ഇൻ്റഗ്രൽ, ഈ ഒരു ഭാഗം മോഡുലസ് ഓഫ് I into r³ integral from 0 to pi e raised to 3it divided by 1 plus r raised to 4 e raised to I 4t dt will be less than or equal to. അതിനെ ഈ ഒരു ഇതിനെ ഞാൻ എന്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു? അതിൻ്റെക്കാളും ചെറുതായിട്ടുള്ളൊരു വാല്യൂ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ, മോഡുലസ് ആദ്യം അകത്തേക്ക് എടുക്കുക. അപ്പോൾ ഇക്വാളിറ്റി മാറ്റി ലെസ് താൻ ആകും. പിന്നെ മോഡുലസിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിൽ ഡിനോമിനേറ്ററിലുള്ള മോഡുലസിൻ്റെ വാല്യൂവിനേക്കാളും ചെറുതായിട്ടുള്ള നമ്പർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ എഗെയിൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും. പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് വരും? ഈ ഒരു ഭാഗം, അതായത് നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗം ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ഇൻറ്റു r³ ഡിവൈഡ് ബൈ r raised to 4 മൈനസ് 1-നേക്കാളും ചെറുതായിരിക്കും ഈ ഒരു ഭാഗം. ഓക്കെ, സോ ആസ് r tends to infinity this will tend to 0. okay, so again x raised to x square divided by 1 plus x raised to 4 will be always non-negative. okay, so നമുക്ക് എന്ത് പറയാം? ഈ ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ എന്ത് കൊടുത്താൽ മതി? ആറിനെ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യിപ്പിച്ചാൽ മതി. സോ ആസ് r tends to infinity from this equation we will get integral from minus infinity to infinity x square divided by 1 plus x raised to 4 dx will be equal to ഇവിടെ ഒരു ടേം ഉണ്ട്, ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈക്വൽ ടു π/√2. അവിടെ അത് ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ആക്ച്വലി. സോ ഈ ലിമിറ്റ് കൊടുത്താലും π/√2 ഉണ്ടാകും. മൈനസ് ലിമിറ്റ് r tends to infinity integral from minus r to r. ഓക്കെ, അതല്ല വേണ്ടത്. ഓക്കെ, ലിമിറ്റ് ഇതൊക്കെ ഇവിടെ ഒറ്റ സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? വിച്ച് വിൽ ബി ഈക്വൽ ടു ഇവിടെ ഒരു സ്റ്റെപ്പ് എഴുതാം. π/√2 മൈനസ് ആസ് r tends to infinity ദിസ് ഇൻ്റഗ്രൽ 0-ലേക്ക് അപ്രോച്ച് ചെയ്യും. സോ മൈനസ് 0 വരും, അതായത് π/√2. ഓക്കെ, നമുക്ക് ഇതേ രൂപത്തിൽ പല ടൈപ്പ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് റെസിഡ്യൂ തിയറം ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അടുത്തൊരു പ്രോബ്ലം കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.